ധൂർത്ത് തുടർന്ന് സർക്കാർ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായി 2,40,00,000 അനുവദിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണിത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. രാജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. രാജീവ്, ഇത് ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ പണം ഒരു വഴിയിൽ കൂടി ഇങ്ങനെ അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ എന്തിനാണ് ഇത്രയും മാത്രം തുക, ഇത്രയും വലിയ തുക അനുവദിച്ചിരിക്കുന്നത്? വീണ, സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം തന്നെ സർക്കാർ പരമാവധി കടമെടുത്ത മുന്നോട്ട് പോവുകയാണ്. അതായത് ദൈനംദിന ചെലവുകൾക്ക് പോലും കടമെടുത്ത മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ധനവകുപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, കാരുണ്യ പദ്ധതിയായാലും അതുപോലെ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നൽകേണ്ട സഹായമായാലും ഇതെല്ലാം മുടങ്ങിയിട്ട മാസങ്ങളാകുന്നു. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ഇതിൽ വഴി നൽകാനുള്ളത്. ഇതിനൊപ്പം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 5 മാസമാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ധനവകുപ്പ് 1 മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകിയത്. ഇപ്പോഴും 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് മുടങ്ങിയിരിക്കുന്നത്. ഇത് നൽകാൻ ഇതുവരെ ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയായാലും നവകേരള സദസ്സായാലും അതുമായി ബന്ധപ്പെട്ട പണം ചെലവഴിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും മുഖാമുഖം പരിപാടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ 2,40,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഫീൽഡ് പബ്ലിസിറ്റിക്ക് ഉൾപ്പെടെ ഈ പണം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖാമുഖ പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ ജില്ലയിലും എത്തി പൗരപ്രമുഖർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരുമായി ചർച്ച നടത്തുമെന്നായിരുന്നു മുഖാമുഖ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന അവകാശവാദം. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും എത്തുകയും മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ നിന്ന് പണം വകമാറ്റിയാണ് മുഖാമുഖം പരിപാടി ഓരോ ജില്ലകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ തന്നെ കോടികൾ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത് ഫീൽഡ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, അതായത് പ്രചരണത്തിന് വേണ്ടി പണം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. 2,40,00,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പരമാവധി പ്രചരണം ഇതിന് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിക്ക്. അതായത് മുഖാമുഖ പരിപാടി അവസാനിച്ചിട്ടില്ല, ഇനിയും മറ്റ് ജില്ലകളിൽ കൂടി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ നവകേരള സദസ്സിനായി എത്ര പണം ചെലവഴിച്ചു എന്നതിന്റെ കണക്കുകൾ ഇപ്പോഴും സർക്കാർ നിയമസഭയിൽ ഉൾപ്പെടെ നൽകിയിട്ടില്ല. നിയമസഭയിൽ നിരവധി തവണ ഇതുമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകിയിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഈ നവകേരള സദസ്സായിക്കോട്ടെ, കേരളീയമായിക്കോട്ടെ, ഇതൊക്കെ സ്പോൺസർഷിപ്പിലാണ് എന്ന് പറയുമ്പോഴും ഈ മുഖാമുഖത്തിന് തന്നെ സ്പോൺസറെ കണ്ടെത്തണം എന്ന് പറഞ്ഞൊക്കെ നേരത്തെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സർക്കാർ ഖജനാവിൽ നിന്ന് ഒരറ്റത്തുകൂടി ഇത്തരം പണം ഒഴുകുന്നുമുണ്ട്. ഇതിപ്പോൾ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് ഈ 2.5 കോടിയോളം രൂപ ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് വീണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം നവകേരള സദസ്സ് സ്പോൺസർഷിപ്പിലൂടെ നടത്തും എന്നായിരുന്നു പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന അവകാശവാദമെങ്കിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട രേഖകൾ പരിശോധിച്ചാൽ ഏകദേശം 15 കോടി രൂപയ്ക്കടുത്ത് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് നവകേരള സദസ്സിന് വേണ്ടിയാണ്. 15 കോടി അല്ല അതിന് ചെലവഴിച്ചിരിക്കുന്നത്, ഏകദേശം 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും നവകേരള സദസ്സിനായി ചെലവഴിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന ചോദ്യം വളരെ വ്യക്തമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിരിച്ചടി ഇടതുമുന്നണി ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. മാത്രമല്ല, നവകേരള സദസ്സിൽ ഒരു ദിവസം മുഴുവൻ കാത്തുനിന്നതിന് ശേഷം അതിന് കിട്ടിയ സഹായം 500 രൂപയാണെന്നൊക്കെയുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും നവകേരള സദസ്സ് കൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. മാത്രമല്ല, ഇപ്പോഴും 90% പരാതികളും പരിഹരിക്കാനാകാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് സർക്കാർ നൽകുന്ന മറുപടി, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പരാതികൾ പൊതുസ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് കൊണ്ട് കാര്യമായ ഒരു പ്രയോജനവും സാധാരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും നവകേരള സദസ്സിന് പിന്നാലെയാണ് മുഖാമുഖം പരിപാടിയുമായി സർക്കാർ രംഗത്ത് വന്നത്. അതിനും കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നവകേരള സദസ്സിലൂടെ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയപ്പോൾ അതിന്റെ മറവിൽ വ്യാപകമായ അഴിമതി നടന്നുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെയായിരുന്നു ഈ സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ചിരുന്നത്. ഈ സ്പോൺസർഷിപ്പ് അവർ കണ്ടെത്തിയത് ബാറുടമകളിൽ നിന്നാണ്, കോറി ഉടമകളിൽ നിന്നൊക്കെയാണ് ഈ പണം കണ്ടെത്തിയത്. അതിന്റെ മറവിൽ വ്യാപകമായ അഴിമതി നടന്നു. അതായത് 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ഈ കോറി ഉടമകളിൽ നിന്നും ബാറുടമകളിൽ നിന്നും പിരിച്ചെടുത്തതിന് ശേഷം അതിൽ പകുതി പോലും ഇതിൽ വിനിയോഗിച്ചില്ല എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയത്. ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അനങ്ങിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോയാൽ സർക്കാർ വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് തന്നെയാണ് വിജിലൻസ് ഈ റിപ്പോർട്ട് നൽകിയത്. അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ മുഖാമുഖം പരിപാടിക്കായി കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പ്രചരണത്തിനായി 2,40,00,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കേണ്ടത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന് കത്ത് നൽകിയത്. അതായത് അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ വാങ്ങാൻ പണമില്ല, അത് എത്രയും വേഗം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്
സർക്കാരിനെ സമീപിച്ചിരുന്നത്. മാത്രമല്ല ഇന്ന് ചില ആശുപത്രികളിൽ നിന്ന് പുറത്തുവരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ഇടേണ്ട സ്റ്റെന്റുകൾ പോലും ലഭ്യമല്ല. അതുപോലും വിതരണം ചെയ്യുന്നതിൽ നിന്ന് കരാറുകാർ പിന്നോട്ട് മാറി നിൽക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം പണം നൽകാത്തതാണ്. മാത്രമല്ല കാരുണ്യ പദ്ധതി, സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതിക്ക് നൽകാൻ പണമില്ല. സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും നിരവധി തവണ ആവശ്യപ്പെട്ട ശേഷമാണ് 100 കോടി മാത്രം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 1600 കോടി രൂപയ്ക്കടുത്താണ് കാരുണ്യ പദ്ധതി വഴി ചികിത്സ നൽകിയതിന് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമായി സർക്കാർ നൽകാനുള്ളത്. മാത്രമല്ല ഈ ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ KSRTC പെൻഷൻ നൽകിയ വഴിയിൽ സഹകരണ സംഘങ്ങൾക്കും കോടികളുടെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹകരണ സംഘങ്ങൾ ഈ പദ്ധതിയോട് ഇപ്പോൾ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് KSRTC പെൻഷൻ പോലും നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത്. പക്ഷേ ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കും നവകേരള സദസ്സിനും കേരളീയം പരിപാടിക്കുമൊക്കെ രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. ഇതിപ്പോൾ ഈ കഴിഞ്ഞു പോയ നവകേരള സദസ്സ്, കേരളീയം, ഇപ്പം ഈ മുഖാമുഖം, ഇതിലൊക്കെ തന്നെയും എന്തെങ്കിലും പ്രയോജനം ജനങ്ങൾക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ നേരത്തെ രാജീവ് തന്നെ സൂചിപ്പിച്ചു 90% പരാതികളും ഇപ്പോഴും ഒരു നടപടിയും എടുക്കാതെ അതങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഒരു പ്രചരണം എന്തിന്, അഴിമതിക്കൊരു കുടപിടിക്കാനായി മാത്രം, ഒരു മറ വയ്ക്കാനായി മാത്രം ഇത്തരം ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു എന്ന് കരുതേണ്ടി വരും. തീർച്ചയായും വേണം, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ തന്നെ പ്രധാനമായും ഉയർന്നിരുന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും എത്തി ഏത് തരത്തിലാണ് പരാതികൾക്ക് പരിഹാരം കാണുക. അതേതായാലും തുടക്കത്തിൽ തന്നെ ആ പദ്ധതി പാടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ഈ കാത്തു നിന്നവർക്ക് ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവുകൾ കൂടി പുറത്തേക്ക് വന്നു. മാത്രമല്ല സ്പോൺസർഷിപ്പിലൂടെയും അതുപോലെ തന്നെ സർക്കാർ വഴിയും ഒക്കെ പണം ചെലവഴിക്കുകയും ചെയ്തു. 100 കോടി രൂപയ്ക്കടുത്ത ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചെങ്കിലും അതിന്റെ ഒരു പ്രയോജനവും സാധാരണക്കാർക്ക് ലഭ്യമായിരുന്നില്ല. അതിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. വലിയ വിമർശനം തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷനുകൾ മുടക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമൊക്കെ ഉയർന്നു വന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയാകുമ്പോൾ തന്നെ ഏതായാലും വലിയ രീതിയിൽ കടമെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കടമെടുക്കാനുള്ള പരിധി അവസാനിക്കാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും മാസങ്ങൾ ധനവകുപ്പിന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഓരോ മേഖലയിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയാലും മറ്റു മേഖലകളായാലും എല്ലാ മേഖലകളിലും വലിയ കുടിശ്ശിക തന്നെയാണ് സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സപ്ലൈകോയ്ക്ക് ഉൾപ്പെടെ പണം നൽകുന്നില്ല. അതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നത് സാധാരണക്കാർ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ആണ് ഈ പ്രധാനപ്പെട്ട ദൂർത്ത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ നൽകുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വേണ്ടി പണം അനുവദിച്ചത്. ഈ രീതിയിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോഴൊക്കെ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ദൂർത്ത് വലിയ രീതിയിൽ തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ.